ആശാ വർക്കേഴ്സ് അസോസിയേഷന്റെ രാപ്പകൽ സമരം ഒരു മാസം പിന്നിടുകയാണ്. 17-ാം തീയതി സെക്രട്ടേറിയറ്റ് ഉപരോധിക്കാനാണ് പ്രതിഷേധക്കാരുടെ തീരുമാനം. സമരത്തിന് പിന്തുണയുമായി പാർലമെന്റ് കവാടത്തിൽ UDF MPമാർ പ്രതിഷേധ ധർണ നടത്തും. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചന്തു ചന്ദ്രശേഖർ ചേരുന്നു. ചന്തു, ആശാ വർക്കർമാരുടെ സമരത്തിന് വലിയ തോതിലുള്ള ജനകീയ പിന്തുണ കിട്ടുന്നുണ്ട്. ഒപ്പം പ്രതിപക്ഷത്തിന്റെ പിന്തുണ ശക്തമായി തന്നെ ഉണ്ട്. പാർലമെന്റ് കവാടത്തിൽ അവരുടെ വിഷയം ഉയർത്തി ധർണ. ഒപ്പം ഇന്നലെ പാർലമെന്റിൽ കാര്യമായി തന്നെ വിഷയം ഉന്നയിച്ചിരുന്നു UDF MPമാർ. അപ്പോൾ ഈ സമരം ഒരു മാസം പിന്നിടുന്ന ഈ സാഹചര്യത്തിൽ ഏതൊക്കെ തരത്തിൽ സമരത്തെ വിപുലപ്പെടുത്താനാണ് ആശാ വർക്കേഴ്സ് അസോസിയേഷന്റെ തീരുമാനം? എന്തൊക്കെയാണ് ആ സമരപ്പന്തലിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ? ലക്ഷ്മി, ആശാ വർക്കേഴ്സ് അസോസിയേഷന്റെ സമരം, സെക്രട്ടേറിയറ്റിന് മുന്നിലെ രാപ്പകൽ സമരം ഇപ്പോൾ ഒരു മാസം പിന്നിട്ടിരിക്കുന്നു. 30 ദിവസം ആയിരിക്കുന്നു. പക്ഷേ അവർ ആദ്യ ഘട്ടത്തിൽ തന്നെ ഉന്നയിച്ച ആ ആവശ്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. അവർക്ക് റിട്ടയർമെന്റ് ആനുകൂല്യം അത് നൽകണം, കാലാനുസൃതമായ വേതന വർധനവ് അതുണ്ടാകണമെന്ന ആവശ്യത്തിൽ അവർ ഉറച്ചു നിൽക്കുകയാണ്. ഒരു രണ്ടാം ഘട്ട സമരത്തിലേക്ക് ഇപ്പോൾ ആശാ വർക്കേഴ്സ് കടന്നിരിക്കുകയാണ്. അതിന്റെ ഭാഗമായി 17-ാം തീയതി എല്ലാ ജില്ലകളിലെയും ആശാ വർക്കേഴ്സിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് സെക്രട്ടേറിയറ്റ് ഉപരോധത്തിലേക്കൊക്കെ കടക്കുകയാണ്. ആശാ വർക്കേഴ്സ് ഇന്നും പതിവ് പോലെ രാവിലെ മുതൽ അവരിവിടെ സമരത്തിൽ തന്നെയാണ്. കഴിഞ്ഞ ഒരു മാസമായി നിങ്ങൾ സമരം ചെയ്യുന്നു. സർക്കാർ പരിഗണിക്കുന്നില്ല എന്ന് തന്നെയാണോ ഇപ്പോഴും? ഞങ്ങൾക്ക് 30 ദിവസമായിട്ടുണ്ട്. ഇന്നായപ്പോൾ ഒരു മാസമായി കറക്റ്റ്. ഇന്ന് വരെ ഞങ്ങളെടുത്ത തീരുമാനത്തിന് മാറ്റമില്ല. ഞങ്ങൾക്ക് ഈ വേതനവും പെൻഷനും നമ്മൾ വിരമിക്കൽ സമയത്ത് കിട്ടേണ്ട പൈസയും കിട്ടിയല്ലാതെ ഞങ്ങൾ ഇവിടെ വിട്ട് ഈ സെക്രട്ടേറിയറ്റ് നട വിട്ട് ഞങ്ങൾ പോകില്ല. ഇന്നിപ്പോൾ 17-ാം തീയതി ഞങ്ങൾ ശക്തമായിട്ട് സമരം ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ആവശ്യം മാത്രമേ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. ഞങ്ങൾ അനാവശ്യമല്ല പറയുന്നത്. ഒരു വ്യക്തിക്ക് ജീവിക്കാൻ വേണ്ടുന്ന, ഒരു കുടുംബത്തിന് വേണ്ടുന്ന പൈസയുടെ കാര്യം കണക്ക് മാത്രമേ ഞങ്ങൾ പറഞ്ഞുള്ളൂ. ഞങ്ങൾക്ക് ദൂർത്തടിക്കാനോ ഞങ്ങൾക്ക് കറങ്ങാനോ ഒന്നുമല്ല. ഒരു കുടുംബം കഴിയാൻ ഞങ്ങളെ കൊണ്ട് പറ്റുന്നില്ല. ആ ഒറ്റ കാരണം കൊണ്ടാണ് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത്. പക്ഷേ സർക്കാർ ആദ്യഘട്ടം മുതൽ പറയുന്നുണ്ട് കേന്ദ്ര സർക്കാരിൽ നിന്നും ലഭിക്കാനുള്ള തുക അത് ഇതുവരെ സംസ്ഥാന സർക്കാരിന് കൃത്യമായി ലഭിച്ചിട്ടില്ല. എങ്കിൽ മാത്രമേ അത് വിതരണം ചെയ്യാൻ കഴിയുള്ളൂ. മാത്രമല്ല ഓണറേറിയം വർദ്ധിപ്പിക്കുക എന്ന കാലാനുസൃതമായ നടപടികളിലേക്ക് സ്വാഭാവികമായി സർക്കാർ നേരത്തെ തന്നെ കടന്നിട്ടുണ്ട് എന്ന് സർക്കാർ ആദ്യഘട്ടം മുതൽ പറയുന്നുണ്ടായിരുന്നു. അവർ പറയുന്നുണ്ട് ഞങ്ങൾക്കറിയില്ലല്ലോ, ഞങ്ങളെ എവിടെയാണോ ഞങ്ങളെ ഇവിടെ ഈ സംസ്ഥാന സർക്കാരാണ് ഞങ്ങളെ നിയമിച്ചിരിക്കുന്നത്. അപ്പം ഞങ്ങൾക്ക് ഇവിടെയല്ലേ ചോദിക്കാൻ പറ്റുള്ളൂ. ഇവിടുത്തെ ഭരണക്കാരോടല്ലേ ഞങ്ങൾക്ക് ചോദിക്കാൻ പറ്റൂ. അവർ ഇൻസെൻറ്റീവ് പ്രത്യേകം, ഓണറേറിയം പ്രത്യേകമാണ് ഞങ്ങൾക്ക് തരുന്നതെന്ന് പറയുന്നു. കേന്ദ്രത്തിൽ നിന്ന് അയക്കുന്ന ഫണ്ട് ആശമാരുടെ കണക്ക് കാണിച്ചിട്ടാണോ അവർ ഞങ്ങൾക്ക് തരുന്നത്? അല്ലല്ലോ. ഞങ്ങൾക്ക് തുച്ഛമായി, ഞങ്ങൾ 18 വർഷമായി ഇവിടെ ജോലിക്ക് കയറിയിട്ട് അന്ന് എത്ര രൂപയാണോ പൾസ് പോളിയോ ചെയ്യുന്നതിന് തന്നിട്ടുള്ള 75 രൂപ, ആ രൂപ തന്നെയാണ് ഇപ്പോഴും തരുന്നത്. ഒരു ഗവൺമെൻറ് സ്റ്റാഫിന് ഈ 18 വർഷം കൊണ്ട് ഈ മാറ്റങ്ങളാണോ വരുത്തിയിരിക്കുന്നത്? അവർക്ക് വർഷങ്ങൾ കഴിയുന്തോറും ഓരോ ബഡ്ജറ്റിലും 10,000 ലക്ഷങ്ങൾ കണക്കാക്കി അവർക്ക് വർദ്ധിപ്പിക്കുന്നു. എന്തുകൊണ്ട് ഈ ആശമാരുടെ കണ്ണുനീര് കാണുന്നില്ല? അവർക്ക് കൂടിയ പൈസയ്ക്കാണോ അവർക്ക് സാധനം കൊടുക്കുന്നത്? മന്ത്രിമാർക്ക്, ഈ ആശമാർക്ക് ഏറ്റവും കുറഞ്ഞ പൈസയ്ക്കാണോ സാധനം തരുന്നത്? ഇല്ലല്ലോ. എല്ലാവർക്കും ഒരു റേറ്റിന് തന്നെയാണല്ലോ ഞങ്ങൾ കടയിൽ പോയി സാധനം വാങ്ങുന്നത്. ഇതെന്തുകൊണ്ട് അവർ മനസ്സിലാക്കുന്നില്ല? കേന്ദ്രമായാലും ശരി തന്നെ, കേന്ദ്രം ഞങ്ങളെ ഒരു തൊഴിലാളിയായി അംഗീകരിക്കണം. അംഗീകരിക്കാത്ത പക്ഷം ഇവർ രണ്ടുപേരും ചേരിയടിക്ക് ഞങ്ങളെ ഇട്ട് കരുവാക്കുകയാണ്. അവരുടെ കാര്യങ്ങളെല്ലാം നേടാൻ വേണ്ടി ആശമാരെ കരുവാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ ജീവിതം ഏറെ പരിതാപകരമാണ്. കാര്യം എന്ന് വെച്ചാൽ ആരോഗ്യത്തിലായാലും സാമ്പത്തികത്തിലായാലും ഞങ്ങൾ ഏറ്റവും പിന്നോക്കമായി കഴിഞ്ഞു. ഞങ്ങൾക്കിനി ജീവിക്കാൻ ഒരു മാർഗ്ഗമില്ല. ഇവിടെ നിന്ന് നേടിയല്ലാതെ ഞങ്ങൾ പോയില്ല. മരിക്കണമെങ്കിൽ ഇവിടെ കിടന്ന് മരിക്കും, അത്രയേ ഉള്ളൂ. തീർച്ചയായിട്ടും ലക്ഷ്മി, അവർ സൂചിപ്പിക്കുന്നത് പോലെ സമരവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. നേരത്തെ ലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് പാർലമെന്റിലടക്കം UDF-ന്റെ MPമാരൊക്കെ ധർണയും പ്രതിഷേധവും ഒക്കെ നടത്തുന്നുണ്ട്. വലിയ തരത്തിലുള്ള പിന്തുണ UDF-ന്റെ ഭാഗത്തു നിന്നും പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ആശാ വർക്കേഴ്സിന് ലഭിക്കുന്നു. മാത്രമല്ല പല സംഘടനകളും പിന്തുണയുമായി സെക്രട്ടേറിയറ്റിന് മുന്നിലെ ഈ സമര പന്തലിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും സമരം രണ്ടാം ഘട്ടത്തിലേക്ക് അവർ കടക്കുന്നു. 17-ാം തീയതി സെക്രട്ടേറിയറ്റ് ഉപരോധം അടക്കമുള്ള സമര പരിപാടികളിലേക്കും ആശാ വർക്കേഴ്സ് അസോസിയേഷൻ. ആശമാരുടെ സമരം ഒരു മാസത്തിലേക്ക് എത്തുമ്പോൾ അവർ അതിശക്തമായ സമരമുറകളിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം ആശ വറ്റി നിൽക്കുകയാണ്. മറ്റു പ്രതീക്ഷകളൊന്നും തന്നെയില്ല. അതുകൊണ്ടാണ് ആ സാധാരണ സ്ത്രീകൾ പറയുന്നത്, സെക്രട്ടേറിയറ്റിന് മുന്നിൽ കിടന്ന് അങ്ങ് മരിക്കുകയാണെങ്കിൽ മരിക്കട്ടെ, എങ്കിലും തങ്ങൾ ഇവിടെ തന്നെ സമരമിരിക്കും, ആവശ്യങ്ങൾ അംഗീകരിക്കും വരെ സമരമിരിക്കും എന്ന് അവർ പറയുന്നത്. അതുകൊണ്ടാണ്. ചന്തു ചന്ദ്രശേഖറാണ് തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്.